ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ജീവനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാനിരിക്കുകയാണ് അപ്പൊ അനു കേട്ടോ. അപ്പൊ അനു പറയുന്നുണ്ട്, എടുത്ത് എനിക്ക് സത്യങ്ങളൊക്കെ ജീവനോട് തുറന്നു പറയണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നിനക്ക് ജീവൻ ഇഷ്ടമായോ എന്ന് മിത്ര ചോദിക്കുമ്പോ ഇഷ്ടമായി, നല്ല പയ്യന, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, എല്ലാവരുടെ സ്നേഹത്തോട് മാത്രമേ പെരുമാറുന്നുള്ളൂ. പക്ഷേ അലോകിന്റെ കാര്യം അത് ജീവനോട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പൊ ഇത്ര പറയണ്ടേ, അയ്യോ ഈ പെണ്ണിന്റെ വട്ടാണോ, എടത്തിമാരെ അവള് പറയണ കേട്ടില്ലേ, എല്ലാം ജീവനോട് പറയാൻ പോവാണെന്ന്. ദേ അതൊക്കെ പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതൊക്കെ കഴിഞ്ഞു, ഇനി അതൊന്നും പറയാൻ നിൽക്കേണ്ട എന്ന് പറയാണ്. ഇത് കേൾക്കണ ദേവിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നാട്ടോ. ദേവി പറയണ്ട്, അല്ല അനു പറയുന്നതിലും കാര്യമുണ്ട്, ഒരിക്കലും നമ്മൾ ഒന്നും മറച്ചു വെച്ചു ഒരാളുടെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലാൻ പാടില്ല. ഭാവിയിൽ അത് എന്തൊക്കെ പ്രശ്നമാകുമെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം തുറന്നു പറയണേ നല്ലത്. അത് കേട്ട് മീനാക്ഷി പറയണ്ട്, അതെ ദേവിയെടുത്ത് പറഞ്ഞത് സത്യം തന്നെയാണ്, എല്ലാം തുറന്നു പറഞ്ഞിട്ട് വിവാഹം ഉറപ്പിക്കണേ നല്ലത്. ഓരോന്ന് മറച്ചു വെച്ചിട്ട് മനസ്സിലൊരു സമാധാനം ഇല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. നുണ പറഞ്ഞിട്ട് കിട്ടുന്ന വിവാഹ ജീവിതമൊന്നും വേണ്ട. ശരിയാ മോളെ നീ പറഞ്ഞത് പോലെ തന്നെ എല്ലാം ജീവനോട് തുറന്നു പറയാൻ നല്ലത്. എന്നിട്ട് ജീവൻ എന്താ തീരുമാനിക്കുക വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം. എന്നാൽ ഞാൻ ഇന്ന് തന്നെ ഫോം വിളിക്കട്ടെ. ദേവി പറയണ്ടോ, ഫോം വിളിക്കാനോ? ഫോം വിളിച്ച് പറയണ്ട, നേരിട്ട് കണ്ട് സംസാരിച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. നേരിട്ട് കണ്ടിട്ടോ? അതെ, നേരിട്ട് കണ്ട് സംസാരിക്കണം. എന്നാ ഇന്ന് നേരിട്ട് കാണാൻ പറഞ്ഞാലോ? അതിന് ജീവന്റെ സമയം കൂടി നോക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അനുവിന്റെ ഫോണിൽ നിന്ന് ജീവനെ വിളിക്കുകയാണ്. അപ്പൊ ജീവൻ ഫോൺ എടുക്കണ്ട്. ഹലോ അനു. ഹലോ അനു അല്ല, ഞാൻ എടുത്തിയാ. ഹലോ പറയെടുത്തി. അതെ മനസ്സിലായോ മീനാക്ഷി എടുത്തി? മനസ്സിലായി എടുത്തി. എന്താ എടുത്തി? അതെ അനുക്കും ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു, നേരിട്ട്. ഫ്രീ ആയിരിക്കും നാളെ ഞാൻ കുറച്ച് തിരക്കുള്ള ദിവസമാണ് എടുത്തി ബാങ്കിൽ, പക്ഷെ കുഴപ്പമില്ല, ഒരു 9 മണി സമയത്തേക്ക് ഞാൻ ഫ്രീ ആണ്. എങ്കിലും നമുക്ക് അമ്പലത്തിന്റെ സൈഡിൽ വെച്ച് കണ്ടാലോ? അനുവിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാകും, പക്ഷെ അനുക്കാണ് സംസാരിക്കേണ്ടത്. അതിനെന്താ എടുത്തി, ഞാൻ വരാം എന്ന് ജീവൻ പറയാണ്. അപ്പോ മീനാക്ഷി പറഞ്ഞു, നാളെ 9 മണിക്ക് നമുക്ക് പോകാം, ജീവനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. ശരി എന്ന് പറയാണ്. അനുവിനോട് ദേവി പറയണ്ട്, മോളെ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, എനിക്ക് മനസ്സിലായി ജീവനെ നിനക്ക് ഒത്തിരി ഇഷ്ടമായെന്ന്. ആ പയ്യൻ സത്യസന്ധനായിട്ടുള്ള പയ്യനാണ്, കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ നിന്നോട് ഇഷ്ടം കൂടെയുള്ള പയ്യന് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ അനുക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. രാവിലെ തന്നെ മീനാക്ഷിയും മിത്രയും അതുപോലെ തന്നെ ദേവിയൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കാണ്. അപ്പൊ അനുവും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോ ഗോമതി ചോദിക്കണ്ട, അല്ല നിങ്ങളെല്ലാരും കൂടി എങ്ങോട്ടേക്ക് പോകുക എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞങ്ങൾ അമ്പലത്തിൽ പോവുക. അമ്പലത്തിലോ? കൊള്ളാം, അപ്പൊ എന്നെ വിളിച്ചെങ്കിൽ ഞാനും വരില്ലേ? അല്ല അമ്മ അമ്പലത്തിൽ പോയില്ലേ? ഇല്ല, ഇന്ന് താമസിച്ചു പോയെന്നേ. വാ ഞാനും കൂടി വരാവേ. അതല്ലമ്മേ, അമ്മ എല്ലാ ദിവസവും അമ്പലത്തിൽ പോണല്ലേ, ഇന്ന് അമ്മ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. അത് കൊള്ളാം, നിങ്ങൾ 4 പേര് പോകുമ്പോ ഞാനിവിടെ വെറുതെ നിൽക്കണോ? നമുക്ക് ഒരുമിച്ച് പോവാം മക്കളെ. അല്ല അമ്മേ, അത് വേറൊന്നല്ല, അനുവിന്റെ വിവാഹം നടക്കാനായിട്ട് കുറച്ച് ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോണത്. അതിനെന്താ, ഞാൻ വന്നാൽ എന്താ നടക്കില്ലേ എന്ന് ചോദിക്കാണ്. അത് കേൾക്കണ ബാലൻ പറയണ്ടു, ഗോമതി അവര് പോയിട്ട് വരട്ടെ, അവരുടെ പ്രായം പോലെയാണോ തന്റെ പ്രായം? അതെന്താ പറയട്ടെ അങ്ങനത്തെ ഒരു ടോക്ക്? എനിക്ക് പ്രായത്തിന് എന്താ പ്രശ്നം? അല്ല തന്റെ മക്കളും മരുമക്കളും അല്ലേടോ അത്. അപ്പോ അവരുടെ കൂടെ പോകുമ്പോ അവര് അടിച്ചു പൊളിച്ചിട്ട് പറ്റേ, അവര് യൂത്ത് അല്ലേ. പിന്നെ അവരുടെ കൂടെ പോകുമ്പോഴേ എനിക്ക് വലിയ പ്രായമൊന്നും അറിയില്ല, അല്ലെങ്കിൽ എന്നെ കണ്ടാൽ എപ്പോഴും പറയോ എന്റെ ബന്ധുക്കളൊക്കെ, അയ്യോ ഗോമതി നിന്നെ കണ്ട 4 പ്രസവിച്ചാൻ തോന്നിയില്ല എന്ന്. അത് കേട്ട് മീനാക്ഷി മിത്രയൊക്കെ ചിരിക്കാട്ടോ. എന്തിനടിച്ചിരിക്കുന്നത്, ഞാൻ കാര്യത്തിൽ തന്നെയാ പറഞ്ഞത് എന്ന് ഗോമതി പറയണ്ട്. ബാലൻ പണ്ട് ശരി ശരി ശരി, പറഞ്ഞതൊക്കെ ശരി തന്നെയായിരിക്കും, പക്ഷെ ഇപ്പൊ അവര് പോയിട്ട് വരട്ടെ, അവർ റെഡിയാ നിൽക്കല്ലേ, ഇനി താൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരുമ്പോഴേക്കും താമസിക്കില്ലേ? അതിന് ഞാൻ കുളിച്ചിട്ട് ഞാൻ നിൽക്കുന്നത്, ഞാനും കൂടി വരാം. എടോ അവര് പോയിട്ട് വരട്ടെ, തനിക്ക് വേണമെങ്കിൽ നാളെ പോവാലോ. എന്നാലും ഞാൻ പിണക്കുവാട്ടോ അമ്മയുടെ പിണക്കൊക്കെ ഞങ്ങൾ വന്നിട്ട് മാറ്റും. ഒരു കാര്യമുണ്ട് അമ്മേ, അതുകൊണ്ടാ. സസ്പെൻസാ എന്ന് പറയാണ്. സസ്പെൻസോ? അതേന്നേ, ഞങ്ങളെ പോകുന്ന കാര്യം നന്നായിട്ട് ശരിയാവണമെന്ന് അമ്മ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയും മിത്രയും അനുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട്, ദേവിയും കൂടി അനുവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ പോവാട്ടോ. അപ്പൊ അവര് പോയിക്കുമ്പോ ബാലൻ പറഞ്ഞിടോ, അവര് പോട്ടെ, ദേവി മോളുടെ മനസ്സിന് ഇതൊക്കെ ഒരു ആശ്വാസമായിരിക്കും, അമ്പലത്തിൽ പോണത് നല്ലതാണല്ലോ. ആ കുഞ്ഞിന്റെ കാര്യം നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ 3 മാസമായി. ദേവി മോൾ ഇപ്പോഴും പഴയ പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അവളത് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, ഇനി അമ്പലത്തിൽ പോകാനൊക്കെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ബാലട്ടൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടി അമ്പലത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ജീവൻ വരുന്നുണ്ട്. ജീവനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ അനു തീരുമാനിച്ചിരിക്കുക കേട്ടോ. ഇത്രയും മീനാക്ഷി ദേവിയും പണ്ട് മോളെ കാര്യങ്ങൾ സമാധാനത്തോടെ പതുക്കെ, ജീവന്റെ ആ ഒരു മൂഡ് അനുസരിച്ചിട്ട് വേണം സംസാരിക്കാണ്ട്. എടുത്തു ചാടി അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നല്ല പറയേണ്ടത്. നമ്മൾ നമ്മളുടെ രീതിയിൽ സംസാരിച്ച് ജീവന്റെ കൂടി മനസ്സ് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട്. മനസ്സിലായോ? എന്തിനും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ അപ്പുറത്തുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവര് മാറി നിൽക്കാണ്. അനു ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവൻ പറയുന്നുണ്ട്, എന്താണോ അനു തനിക്ക് കണ്ടിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞത്? എനിക്ക് മനസ്സിലായി, ഇന്നലെ തന്റെ വീട്ടിലായിട്ട് തനിക്ക് ഒരുപാട് എന്നോട് സംസാരിക്കാൻ പറ്റില്ല അല്ലേ, അതുകൊണ്ടല്ലേ തനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞത്? അതെ, എനിക്ക് ഇന്നലെ വീട്ടിലായോണ്ട്
ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എനിക്കറിയാം ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് കെട്ടാൻ പോണ ചെക്കനോട് സംസാരിക്കണൊക്കെ ആഗ്രഹം ഉണ്ടാവോ, സംസാരിക്കാനുള്ളത് എന്നെ ഇഷ്ടമായില്ലെന്ന് അങ്ങനെ വല്ലതൊക്കെയാണോ? അല്ല, സാധാരണ വീട്ടില് വിവാഹം ഉറപ്പിച്ചുകൊണ്ട് പിന്നെ പെണ്ണ് കാണണമെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കുമല്ലോ. എന്താടോ തനിക്ക് എന്നെ ഇഷ്ടായില്ലേ, അത് പറയാനായിട്ടാണോ എന്ന് ചോദിക്കുമ്പോ അനു പറയണ്ട്, അയ്യോ അത് പറയാനൊന്നും അല്ല. ആണോ? അപ്പോ എന്നെ ഇഷ്ടമായോ എന്ന് ചോദിക്കാണ്. ഇന്നലെ ആ തിരക്കിൽ എനിക്ക് അത് ചോദിക്കാൻ മറന്നുപോയി. തന്നെ വൈകിട്ട് ഫോൺ വെച്ച് ചോദിക്കാൻ ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തന്റെ എടുത്ത് ഇങ്ങോട്ട് വിളിച്ചത്. താൻ ഇനി പറ, തനിക്ക് എന്നെ ശരിക്കും ഇഷ്ടമായോ? ഞാൻ തുറന്നു പറയാം, എനിക്ക് അനുവിന് ഇഷ്ടമായിട്ടോ. ബ്രോക്കർ ഫോട്ടോ കാണിച്ചപ്പോ തന്നെ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി താനാണ് ആളെന്ന്. എനിക്കെന്തോ ഇഷ്ടമായി. പിന്നെ തന്റെ വീട്ടിൽ നിന്നപ്പോ ഭയങ്കര ഇഷ്ടമായി. തന്റെ വീട്ടുകാരൊക്കെ എന്ത് ഫ്രീ ആടോ, തന്റെ ചേട്ടന്മാര്, ഏടത്തിമാര്, തന്റെ അച്ഛൻ, അമ്മ, മാമൻ, എല്ലാവരും സൂപ്പറാ. പിന്നെ തന്റെ വീടിന്റെ അന്തരീക്ഷം, എല്ലാവരും എന്തൊരു ഒത്തൊരുമ, എല്ലാം ഫ്രണ്ട്ലി മൈൻഡ്. എനിക്ക് കൂട്ടുകൂടാൻ പറ്റിയ ഒരു കുടുംബം തന്നെ. അതൊക്കെ കൊണ്ടാട്ടോ ഒന്നുകൂടി തന്നോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. ഇനി താൻ പറ, തനിക്ക് എന്നെ ഇഷ്ടമായോ? അപ്പോ അനു പറയണ്ട, ഇഷ്ടമായി. ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല. ഹോ സമാധാനെ, താൻ എന്ത് പറയുമെന്ന് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു ഞാൻ, സത്യം പറഞ്ഞാലോ. പിന്നെ എന്താ അപ്പൊ തനിക്ക് എന്നെ കാണണോന്ന് പറഞ്ഞത്? അത് ഞാൻ പറയാൻ പോണ കാര്യം വേറൊരു രീതിയിൽ എടുക്കരുത്. താൻ കാര്യം പറയാടോ. എന്തിനു പ്രശ്നമുണ്ടോ? അല്ല, വിവാഹം നടക്കാണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? തനിക്ക് ഓക്കെയാണ്, തന്റെ വീട്ടുകാർക്ക് ഓക്കെയാണ്, പിന്നെ ജാതകത്തിന് ഇതിന് പ്രശ്നമോ അങ്ങനെ എന്തിനും പറയാനാണോ? എടോ, എനിക്ക് ജാതകത്തിലേക്ക് വിശ്വാസമാണ്. പക്ഷേ താൻ എന്താ വെച്ചാൽ പറഞ്ഞോ. ജാതകത്തിന് പ്രശ്നമൊന്നുമല്ല. പിന്നെ എന്താടോ? അത് എനിക്ക് മുമ്പൊരു അഫെയർ ഉണ്ടായിരുന്നു. മുമ്പെന്ന് പറയുമ്പോ അതൊരു 6 മാസത്തിന് മുമ്പാണ്. എന്നിട്ട് ഒരു കുറച്ചു നാളത്തെ ഒരു അഫെയർ ആണ്. എന്റെ മാമന്റെ മോനായിട്ടായിരുന്നു. അലോക് എന്ന് അവന്റെ പേര്. പക്ഷെ അവൻ ഞങ്ങളുടെ കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി എന്നോട് അടുപ്പം കാണിച്ചത് മാത്രമാണ്. അവൻ വേറെ എന്നോട് ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധം ഉണ്ടായിട്ടില്ല കേട്ടോ. ഫോൺ വിളിക്കാറ് പോലും ഇല്ല ശരിക്കും. വല്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ വിളിക്കാറുള്ളൂ. പിന്നെ എന്റെ വീട്ടുകാരും അവരുടെ വീട്ടുകാരും ശത്രുക്കളായോണ്ട് അങ്ങനെ കാണലൊന്നും ഇല്ല. ഇത് പറയാനാണ് താൻ ഇത്ര കഷ്ടപ്പെട്ടത്. അഫെയർ ആർക്കാ ഇല്ലാത്തത്? എനിക്ക് അഫെയർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത്, പിന്നെ +2 പഠിക്കുന്ന സമയത്ത്. അതൊക്കെ ആ ഒരു സമയത്ത് നമ്മുടെ പ്രായത്തിൻ്റെത്. അഫെയർ ഇല്ലാത്ത ഒരാൾ അഫെയർ ഇല്ലെന്ന് പറഞ്ഞാലാണ് സത്യം പറയാൻ എനിക്ക് സംശയം തോന്നുന്നു കേട്ടോ. ഒരാൾക്ക് അഫെയർ ഇല്ലാതിരിക്കോ? മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരാൾക്ക് ഒരു അട്രാക്ഷൻ തോന്നും, അത് നാച്ചുറൽ ആണ്. അത്രേ ഉള്ളൂ. ഇത് പറയാനാണോ? എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടോ അനു, താൻ സത്യസന്ധയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അല്ലെങ്കിൽ ഇത് പറയാൻ വേണ്ടി താൻ ഓടി വരില്ലല്ലോ. തനിക്ക് എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു, തനിക്ക് മനസ്സിലൊരു തോന്നലുണ്ടായില്ലേ, അത് മാത്രം മതിയോ എനിക്ക്. ഇപ്പൊ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം കൂടി. ഇപ്പൊ എനിക്ക് 1 മാസം കൂടി കാത്തിരിക്കാൻ വയ്യട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ കെട്ടാനാണ് തോന്നുന്നത്. പിന്നെ താൻ പറഞ്ഞ ആ പയ്യനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? അലോക്. അവൻ എങ്ങനെ വിവാഹം മുടക്കുന്നത് എനിക്ക് പേടിയുണ്ടോ? അവ വിവാഹം മുടക്കാൻ ഇങ്ങനെ വരട്ടെ. ഇതിപ്പോഴേ തന്റെ പകുതി വൈഫാ, അതായത് പാതിയായിട്ട് ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞു തന്നെ. ഇനി തന്നെ കുറിച്ച് ആരെങ്കിലും എന്തിനും പറഞ്ഞാലോ ചെയ്യാനോ നിന്നതിന് ഞാനുണ്ട് എനിക്ക് ചോദിക്കാനും പറയാനും. അനുക്ക് സന്തോഷമാവാട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ മിത്രയ്ക്കും മീനാക്ഷിക്കും ദേവിക്കൊക്കെ ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഈ ഭാഗം ശരിക്കും തമിഴിലില്ല കേട്ടോ, മലയാളത്തിൽ എക്സ്ട്രാ ആയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പയ്യനായതുകൊണ്ട് എനിക്കൊരു സംശയം, ഇനി അനു വിവാഹം കഴിക്കാൻ പോകുന്നത് ഇവനെ തന്നെയാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. മറ്റേതിൽ അലോകിനെയാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷെ ഇതിൽ വ്യത്യാസം വരുമെന്ന് അറിയില്ല. കാരണം ഇങ്ങനത്തെ ഒരു ആക്ടറിനെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അയാളുടെ ആയിരിക്കും ചിലപ്പോൾ അനു. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.